നമസ്കാരം. വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവായ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇന്നലെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു, വിശദമായി തന്നെ. അതിൻ്റെ പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുവാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മേൽ ഉണ്ടായേക്കാവുന്ന നിയമ നടപടികളെക്കുറിച്ചും വിശദമായി തന്നെ തത്വമയി ന്യൂസ് പറഞ്ഞിരുന്നു പ്രേക്ഷകരോട്. ഇപ്പോൾ പുതിയൊരു കുഴപ്പം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് ഗാന്ധി കുടുംബത്തിന് നേരെ. അത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ ഇതല്ല, കുറച്ചു കാലമായി കോടതിയിലുള്ളൊരു പരാതിയാണ്. അതിൻ്റെ മേൽ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി വ്യക്തമായൊരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. സോണിയാഗാന്ധിയോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മെയ് 16 അടുത്ത ഹിയറിങ്ങിൻ്റെ സമയത്ത്, കേസ് അടുത്ത വാദം കേൾക്കാൻ എടുക്കുമ്പോഴേക്കും കോടതിയിൽ സമർപ്പിക്കുവാനായുള്ള നിർദ്ദേശം ഡൽഹി ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഈ കേസ് നേരത്തെ തന്നെ, ഈ വിവാദം സംബന്ധിച്ചുള്ള വിവരങ്ങൾ തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരോട് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പ്രേക്ഷകരുടെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി, പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. 1983 മാത്രം ഭാരതീയ പൗരത്വം ലഭിച്ച സോണിയാഗാന്ധിയുടെ പേര് തിരഞ്ഞെടുപ്പിൽ സമ്മതിദായകരുടെ പട്ടികയിൽ 1980, 81, 82 വർഷങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ആദ്യമൊക്കെ സോണിയാഗാന്ധി പറഞ്ഞിരുന്നത് അതൊരു രേഖകൾ പുറത്തുവിട്ടതിലുണ്ടായ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഒരു ക്ലർക്കിന് പറ്റിയ തെറ്റാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് തുടങ്ങിയ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന്. സോണിയാഗാന്ധി ഒരിക്കലും പരസ്യമായി ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല. അവരുടെ അഭിഭാഷകരാണെങ്കിലും അവരെ പ്രതിനിധീകരിക്കുന്ന വക്താക്കളാണെങ്കിലും പറഞ്ഞിരുന്നത് ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ക്ലറിക്കൽ എററാണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതല്ല എന്നുള്ള ബോധ്യം കോടതിക്ക് വന്നതിനെ തുടർന്നാണ് ഈ കേസ് ഫയലിൽ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളെല്ലാം കോടതി ഫയലിൽ സ്വീകരിച്ച് കേസുമായി മുന്നോട്ട് പോകുവാനുള്ള അനുമതി നൽകുകയും വാദം കേൾക്കാൻ ഒരുങ്ങുകയും ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന്, നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സോണിയാഗാന്ധി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ അവർക്ക് പറയുവാനുള്ള കാര്യങ്ങളോ രേഖാമൂലം തന്നെ കോടതിയിൽ സമർപ്പിക്കണം. മെയ് 16 ഈ കേസ് വീണ്ടും വാദത്തിന് വരുമ്പോൾ കോടതിയുടെ മുന്നിലേക്ക്. ഈ പ്രശ്നത്തിൽ ക്ലറിക്കൽ എറർ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചായിരുന്നല്ലോ, ഒരു പദം ഞാൻ ഉപയോഗിച്ചായിരുന്നല്ലോ. ഇത് സോണിയാഗാന്ധി മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലറിക്കൽ എറർ എന്നല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന്. അതവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ചായിരുന്നു. ആദ്യകാലങ്ങളിൽ അവർ പറഞ്ഞിരുന്നത് അവർ കേംബ്രിഡ്ജിൽ നിന്നുള്ള ബിരുദധാരിയായിരുന്നു എന്നാണ്. ലോക്സഭയിൽ പോലും രേഖാമൂലം അവർ അത്തരത്തിൽ ഉള്ള രേഖ സമർപ്പിച്ചിട്ടുണ്ട്. രേഖാമൂലമുള്ള ഒരു അവകാശവാദം അവർ സമർപ്പിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി അതിനെ എതിർക്കുന്നത് വരെ. സുബ്രഹ്മണ്യ സ്വാമി കേംബ്രിഡ്ജ് പോലുള്ള സർവകലാശാലയിൽ ചെന്ന് അവിടെ സന്ദർശിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, അത്തരത്തിലൊരു വ്യക്തി അവിടെ അക്കാലഘട്ടത്തിൽ, ഇവർ അവകാശപ്പെടുന്ന കാലഘട്ടത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ള രേഖാമൂലമുള്ള ഉറപ്പുകൾ വാങ്ങിക്കൊണ്ടുവന്ന് പരാതി നൽകിയതിനെ തുടർന്ന് സോണിയാഗാന്ധി വളരെ നിസ്സാരമായി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ഒരു ലോക്കൽ പാരലൽ കോളേജിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കേംബ്രിഡ്ജ് എന്ന് എഴുതിയത് അത് കേംബ്രിഡ്ജിൻ്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് തന്നെ അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാക്കി കണക്കാക്കി മാപ്പാക്കണം എന്ന് പറഞ്ഞ് അന്ന് തടിയൂരുകയായിരുന്നു. UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് തുടങ്ങിയൊരു പ്രശ്നമാണിത് അവസാന കാലത്ത്. എന്നാലും BJP സർക്കാരിൻ്റെ കാലത്താണ് ടൈപ്പിംഗ് എററായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയൊരു തെറ്റാണ്, പിശകാണ് എന്നൊക്കെ പറഞ്ഞ് തടിയൂരുവാൻ ശ്രമിച്ചതും തടിയൂരി പോവുകയും ചെയ്തു അക്കാലത്ത്. കാരണം BJP സർക്കാർ കുറച്ചൊരു മയപ്പെട്ട പൂർണ്ണമായിട്ടുള്ളൊരു മനോഭാവമാണ് അവരോട് സ്വീകരിച്ചത് അക്കാലത്ത്. അതൊരു തെറ്റായിരുന്നു എന്ന് പലപ്പോഴും അണികൾ പറയാറുണ്ടെങ്കിലും നരേന്ദ്രമോദി ഒരിക്കലും അത്തരത്തിലുള്ളൊരു പ്രതികാര നടപടി ആവശ്യമില്ലാതെ എടുക്കുന്നൊരു വ്യക്തിയല്ല എന്ന് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. അണികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, എനിക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്, പിടിച്ചകത്തിടേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സോണിയാഗാന്ധിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടൈപ്പിംഗ് പിശക് എന്നുള്ള ഗിന്നസ് റെക്കോർഡ് അതിന് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള പരിഹാസം സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിരുന്നു അത് സംബന്ധിച്ച്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉരുണ്ടുകളികളും മുട്ടാപ്പോക്ക് ന്യായങ്ങളും സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നടാടെയല്ല ഇതുണ്ടാകുന്നത്. ഇനി ഉണ്ടാകാൻ പോകുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അറിയുവാൻ മെയ് 16 വരെ കാത്തിരിക്കണം. പക്ഷേ അതിന് മുൻപ് ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഞാൻ പ്രേക്ഷകരോട് നടത്തുകയാണ്. സോണിയാഗാന്ധി എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ അവരെന്ന് ഭാരതത്തിൽ കാലുകുത്തിയോ അന്ന് മുതൽ തന്നെ 1968 രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്തവർ ഭാരതത്തിലേക്ക് വന്നിറങ്ങുന്ന നിമിഷം മുതൽ അവരെ ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള ദുരൂഹതകളും സംശയത്തിൻ്റെ നിഴലുകളും ഉണ്ടായിരുന്നു.
ISROയിലെ സന്ദർശനം മുതൽ അത് സംബന്ധിച്ച് വിശദമായി മറ്റൊരവസരത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടതുകൊണ്ട് ഒരു പ്രത്യേക വീഡിയോ തന്നെ ആ വിഷയത്തിൽ ചെയ്യാം. ISROയുടെ ഉള്ളിൽ ISROയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലേക്കൊരു ഇറ്റാലിയൻ പൗരയായി തന്നെ അവർ പ്രവേശിച്ചതുൾപ്പെടെ, അന്ന് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേ ഇല്ല, 68 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ പത്നി എന്നുള്ളൊരു പദവിയിലാണ് കയറിപ്പോയതെന്ന് തെറ്റിദ്ധരിക്കരുത്. ISROയിലെ ഇത്തരം പ്രവേശനം, അനധികൃത പ്രവേശനം, ഈ പൗരത്വം സംബന്ധിച്ചുള്ള പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് സമ്മതിദായകരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് സംബന്ധിച്ച വിവാദം, അതിലൊക്കെ അപകടകരമായി LTTയുമായി അവർക്കുള്ളൊരു ബന്ധം, അത് സംബന്ധിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒക്ടോവിയോ കത്രോച്ചി എന്ന ആയുധ വ്യാപാരിയുടെ ആയുധ ദല്ലാളുമായിട്ടുള്ള ബന്ധം, ആ ആയുധ ദല്ലാൾ എപ്പോഴൊക്കെ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും സന്ദർശിച്ചിരുന്നോ അപ്പോഴൊക്കെ അവിടുത്തെ VIP-കളുടെ സന്ദർശന രജിസ്റ്ററിൽ നടത്തിയ തിരിമറികൾ, ഇത് സംബന്ധിച്ചൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ എന്നും സോണിയാഗാന്ധിയെ ചൂഴ്ന്നു നിന്നിരുന്നു. അവരുടെ എതിരാളികൾ അവരുടെ മേൽ ഉയർത്തിയിരുന്നു. പക്ഷേ കാലാകാലങ്ങളിൽ അധികാര കേന്ദ്രങ്ങളിൽ ശക്തമായ സ്വാധീനം അവർക്ക് ചെലുത്തുവാൻ സാധിച്ചിരുന്നത് കൊണ്ട് മാത്രം ഈ ആരോപണങ്ങളെയെല്ലാം ആരോപണങ്ങളായി മാത്രം ഒതുക്കുവാനോ അല്ലെങ്കിൽ തള്ളിക്കളയുവാനോ അവർക്ക് സാധിച്ചിരുന്നു. അവരുടെ മേൽ ഒരു പരിധിക്ക് അപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ സമ്മർദ്ദമോ ചെലുത്തുവാൻ ശ്രമിച്ചിരുന്ന അരുൺ നെഹ്റു മുതൽ മാധവറാവു സിന്ധ്യ വരെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിത ഭാവികൾ എന്തായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. ആ ചരിത്രവും സോണിയാഗാന്ധി എന്ന വ്യക്തിയുടെ, രാഷ്ട്രീയക്കാരിയുടെ, ഇറ്റലിക്കാരിയുടെ, ഇപ്പോൾ ഭാരതീയയുടെ മേൽ സംശയത്തിൻ്റെ കരുനിഴൽ വീഴ്ത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എപ്പോഴും നിഗൂഢമായിട്ടുള്ളൊരു ചരിത്രവും ഒരു പ്രവർത്തന രീതിയും സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സോണിയാഗാന്ധി. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റമോ പ്രിയങ്ക ഗാന്ധിയെപ്പോലെ ലോകപരിചയമില്ലായ്മയോ ഒപ്പം പക്വതയില്ലായ്മയോ ഒന്നും സോണിയാഗാന്ധിയുടെ മേൽ ആരോപിക്കുവാൻ സാധിക്കില്ല. ഒന്നുകിൽ വ്യക്തിപരമായി തന്നെ അവർ അതിബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവരുടെ ഉപദേശക സംഘത്തിൽ അപകടകാരികളായ അല്ലെങ്കിൽ അത്തരത്തിൽ അപകടകരമാം വിധം ബുദ്ധിശക്തിയുള്ള ഭാരതവിരുദ്ധരായിട്ടുള്ള ഉപദേശികളുണ്ട്. രണ്ടായാലും സോണിയാഗാന്ധിയുടെ പ്രവർത്തികളുടെ മേലുള്ള ഈ ഒരു സംശയത്തിൻ്റെ കരുനിഴൽ ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമല്ല. അത് മാത്രമേ ഉള്ളൂ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. കാരണം സോണിയാഗാന്ധിയുടെ ചൈനയുമായിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് രാഹുൽ ഗാന്ധി വഴി ഒപ്പിടിക്കുന്നതാണെങ്കിലും നേപ്പാളിന് മേൽ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുവാനും നേപ്പാളിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഏതാണ്ട് പൂർണ്ണമായി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുവാനും രാജീവ് ഗാന്ധി നിർബന്ധിക്കുന്ന നടപടികളായാലും, അതോടുകൂടി നേപ്പാളുമായി കാലാകാലങ്ങളായി ഭാരതം തുടർന്നു വന്നിരുന്ന ഊഷ്മളമായ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതും, ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം LTTയുമായി ബന്ധപ്പെട്ട് പ്രഭാകരനുമായി നേരിട്ട് കാണുവാൻ സ്വന്തം പ്രതിനിധി അയച്ച് അതുവഴി UPA സർക്കാരിൻ്റെ രൂപീകരണത്തിന് സാധ്യമാകും വിധം DMK കോൺഗ്രസ് ക്യാമ്പിൽ എത്തിക്കുവാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തിയത് സംബന്ധിച്ചുള്ള ആരോപണങ്ങളും ഇതെല്ലാം സോണിയാഗാന്ധിയുടെ മേൽ ശക്തമായി തന്നെ ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഇതിലൊന്നും ഒരു നിഷേധക്കുറിപ്പ് പോലും അവരിറക്കിയിട്ടില്ല. എന്തിനു പറയുന്നു, സുബ്രഹ്മണ്യ സ്വാമി ഏറ്റവും ഹീനമായ ഭാഷയിൽ അവരെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചിട്ട് പോലും, ഹിന്ദിയിൽ തന്നെ, മലയാളത്തിലും ഹിന്ദിയിലും ഒരുപോലെയുള്ളൊരു വാക്കാണ് സ്വാമി ഉപയോഗിച്ചത്, വിളിച്ചിട്ട് പോലും ഒരു മാനനഷ്ട കേസ് പോലും സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെ ഫയൽ ചെയ്യുവാൻ സോണിയാഗാന്ധി തയ്യാറായിട്ടില്ല. അത് വിശാല മനസ്കത കൊണ്ടല്ല എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമിയും പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമി വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിച്ചു കൊള്ളാം എന്ന് സുബ്രഹ്മണ്യ സ്വാമി വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ സോണിയാഗാന്ധി ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, അത് സോണിയാഗാന്ധിയും സ്വാമിയും തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരോപണമല്ല സോണിയാഗാന്ധിക്ക് മേലുണ്ടായിട്ടുള്ളത്. നിരവധി ആരോപണങ്ങൾ 1968 മുതൽ, അതായത് രാജീവ് ഗാന്ധി, ഞാൻ വീണ്ടും പറയുകയാണ്, രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത് അവർ ഭാരതത്തിൽ എത്തുന്ന കാലഘട്ടം മുതൽ സോണിയാഗാന്ധിയുടെ മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും സംശയങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങളുടെ ഇടയിൽ ഏറ്റവും ചെറിയൊരു ആരോപണം മാത്രമാണ്
ഭാരതത്തിൻ്റെ പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് സമ്മതിദായകരുടെ പട്ടികയിൽ അവർ ഇടം പിടിച്ചിരുന്നു എന്നുള്ള ആരോപണം. അത് സംബന്ധിച്ചുള്ളൊരു കേസാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം, സോണിയാഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ഇതാണ് സത്യത്തിൽ വോട്ട് ചോരി. ഇത്തരത്തിലുള്ള വോട്ട് ചോരി അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്തോ സോണിയാഗാന്ധി എന്നുള്ള സംശയം, ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ വ്യാജഗാന്ധി കുടുംബത്തിന് മേൽ ഒന്നിനുമേലൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ അവർക്കെതിരായിട്ടുള്ള ഒരു വിധി ഉണ്ടായാൽ സുപ്രീം കോടതിയിൽ പോകുവാനുള്ളൊരു സാധ്യത അവരുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായി ആഭ്യന്തര മന്ത്രാലയം സമർപ്പിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുക. സോണിയാഗാന്ധിയുടെ കാര്യത്തിലും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ സമർപ്പിക്കുവാൻ പോകുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലങ്ങളും രേഖകളും 1980 മുതൽ 83 വരെയുള്ള കാലഘട്ടങ്ങളിലെ രേഖകൾ, സുരക്ഷാ രേഖകളായിക്കോട്ടെ, സോണിയാഗാന്ധിയുടെ പൗരത്വവും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളാകട്ടെ, ഇവയെല്ലാം ആഭ്യന്തര മന്ത്രാലയവും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് കോടതിയിൽ സമർപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കുന്ന എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ മേലും നിയമക്കുരുക്ക് മുറുകുകയും MP സ്ഥാനങ്ങൾ പോവുക എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല ഉണ്ടാവുക, വഞ്ചനാക്കുറ്റം, ആൾമാറാട്ടം, വോട്ട് ചോരി തുടങ്ങിയ നിരവധി വകുപ്പുകൾ അവരുടെ മേൽ ചുമത്തപ്പെടുവാനുള്ള സകല സാധ്യതകളും തെളിഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ കുഴപ്പത്തിൽ നിന്ന് കുഴപ്പത്തിലേക്കാണ് വ്യാജഗാന്ധി കുടുംബം പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇനി അനുകൂലമായാൽ ഒന്നും സംഭവിക്കില്ല, മറ്റാരോപണങ്ങൾ അപ്പോഴും നിലനിൽക്കുന്നു. എന്നിരുന്നാലും വ്യാജഗാന്ധി കുടുംബം ഇപ്പോഴും കോൺഗ്രസ് എന്നുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ, ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ കക്ഷിയാണെന്നാണല്ലോ അവകാശവാദം. ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ചുറ്റും ഒരു സംരക്ഷണ വലയം ഇപ്പോഴുമുണ്ട്. പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നു ചേർന്ന് അവർക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടായാൽ അത് നരേന്ദ്രമോദിയുടെ കുറ്റമാണ്, നരേന്ദ്രമോദിയുടെ പ്രതികാര നടപടിയാണ് എന്ന വാദമുയർത്തി തെരുവിലിറങ്ങുവാനുള്ള സാധ്യതകളുമുണ്ട്. എന്താകുമെന്ന് മെയ് 16 മുതൽ വീണ്ടും ശക്തിയായി തുടങ്ങുന്ന വാദപ്രതിവാദത്തിൽ നമുക്കറിയുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കൂടുതൽ വിശകലനങ്ങളും വാദപ്രതിവാദങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.